പല ഭാഷകളിലേക്ക് മണിച്ചിത്രത്താഴ് റീമേക്ക് പോയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഈ പല ഭാഷകളിലെ റീമേക്കിനും പല പല കണക്ഷൻസ് ഉണ്ട്. ഉദാഹരണത്തിന് തമിഴിൽ ഇറങ്ങിയ ചന്ദ്രമുഖിയുമായി ഒരു കണക്ഷൻ ഉള്ള ചിത്രമായിരുന്നു ഇതിന്റെ തെലുങ്ക് റീമേക്ക്. നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങൾക്ക് ഉറപ്പായി. മലയാളത്തിൽ നിന്നും പല ഭാഷകളിലേക്ക് പോയപ്പോൾ കഥാപാത്രങ്ങൾക്ക് പല പല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ മണിച്ചിത്രത്താഴ് എന്ന ചിത്രം പല ഭാഷകളിലേക്ക് റീമേക്ക് പോയപ്പോൾ അവർ വരുത്തിയ മാറ്റങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലുള്ളത്. മണിച്ചിത്രത്താഴിന്റെ എല്ലാ റീമേക്കുകളും മാക്സിമം കാണാൻ ശ്രമിച്ചു. ഇനിയും ഞാൻ വീഡിയോ പോയിട്ടുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ സമയം വിട്ട് കളയാതെ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. സിനിമ ഫാക്സ് മലയാളം സിനിമയെ കുറിച്ച് എന്തും ചർച്ച ചെയ്യപ്പെടും. ആദ്യമേ തന്നെ മണിച്ചിത്രത്താഴിന് ടോട്ടൽ എത്ര റീമേക്ക് ഉണ്ടായിരുന്നുണ്ട്? 2004 ആപ്തമിത്ര എന്ന പേരിലായിരുന്നു ഇതിന്റെ ആദ്യ റീമേക്ക് വന്നത്. കന്നഡയിലായിരുന്നു ഇത്. വിഷ്ണുവർദ്ധനും സൗന്ദര്യമായിരുന്നു പ്രധാന വേഷത്തിലെത്തിയത്. പിന്നീട് ഇതേ ചിത്രത്തിനെ 2005 ചന്ദ്രമുഖി എന്ന പേരിൽ രജനി ജ്യോതിക കോംബോയിൽ ഒന്ന് പിന്നെയും റീമേക്ക് ചെയ്തു. ഇതിനുശേഷം ഈ ചിത്രം 2005 രാജ്മഹൽ എന്ന പേരിൽ ബംഗാളിയിലേക്ക് റീമേക്ക് ചെയ്തു. ഇതിനുശേഷം വീണ്ടും 2007 ഭൂൽഭുലയ്യ എന്ന പേരിൽ പ്രിയദർശൻ, വിദ്യാബാലനെയും അക്ഷയ്കുമാറിനെയും പ്രധാന കഥാപാത്രങ്ങളാക്കി ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്തു. പിന്നീട് 2010 ആപ്തരക്ഷ എന്ന പേരിൽ ആപ്തമിത്രയുടെ സെക്കൻഡ് പാർട്ട് വന്നു. ഇതേ ചിത്രത്തിനെ വീണ്ടും തെലുങ്കിലേക്ക് റീമേക്ക് ചെയ്തിരുന്നു, നാഗവല്ലി എന്ന പേരിൽ തന്നെ. ആ ചിത്രത്തിൽ നാഗാർജുനി റിച്ച റിച്ചയുമായിരുന്നു നായിക. ഇതിനുശേഷം നാഗവല്ലിയായി അനുഷ്ക ഷെട്ടിയും എത്തിയിരുന്നു. പിന്നീട് 2023 ചന്ദ്രമുഖി 2 ഇറങ്ങി. ഇതിൽ ലോറൻസും കങ്കണ റണാവത്തുമായിരുന്നു പ്രധാന കഥാപാത്രം ചെയ്തത്. അണ്ണ ഒരു കിടിലൻ സിനിമയുണ്ട്, ചെയ്യാവോ? വേണ്ട, ഞാൻ കാഞ്ചന 4 ഡിസ്കഷൻ ഇല്ല. അണ്ണ ഇതും ഒരു ഹൊറർ പടമാണ്. ഇത് കൂടാതെ കങ്കണയുടെ കൂടെ ഒരു ഡാൻസും ഉണ്ട്. ഷൂട്ടിംഗ് തുടങ്ങണം. ഇതിവിടെ കേട്ടിട്ടുണ്ടല്ലോ. Hey, why are you creating these type of songs? No one can beat our Vidyasagar's magic. Do you understand? ഇതിനുശേഷം പിന്നീട് ഭൂലുഭുലയ്യ 2 വന്നു 2023. ഇതും പോരാതെ 2013 ഗീതാഞ്ജലി എന്ന പേരിൽ മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയെ വീണ്ടും കൊണ്ടുവന്നു. മൊത്തം ഏകദേശം 10 വേർഷനിലോളം മണിച്ചിത്രത്താഴ് റിലീസ് ആയിട്ടുണ്ട്. ഇനി ഓരോ റീമേക്കുകളിലുമുള്ള നായകന്മാരെ ഒന്ന് നോക്കാം. മണിച്ചിത്രത്താഴിൽ നായകനായ മോഹൻലാലിന്റെ എൻട്രി സിനിമയുടെ ഇന്റർവെല്ലിലായിരുന്നു. ഇതിന്റെ ഹിന്ദി റീമേക്കായ ഭൂലുഭുലയ്യ 1ലും ഇതേപോലെ നായകൻ വരുന്നത് ഇന്റർവെൽ ബ്ലോക്കിലായിരുന്നു. എന്നാൽ കന്നഡ റീമേക്കായ ആപ്തമിത്രയിലും ചന്ദ്രമുഖിയിലും ഇതുപോലെയല്ല. ചിത്രത്തിന്റെ തുടക്കത്തിൽ തന്നെ വൻ ബിൽഡപ്പോടുകൂടി നായകൻ ഒരു മാസ് എൻട്രി, അതായത് ആ ഡോക്ടർക്ക് ഒരു മാസ് എൻട്രി. ഇതിനുശേഷം നായകൻ കുറച്ചൊരു ഗ്യാപ്പ് ഇടും, അതായത് സിനിമ തുടങ്ങി കുറച്ചാകുമ്പോൾ നായകൻ പെട്ടെന്ന് എവിടേക്കെങ്കിലും പോകുന്നു. ഞാൻ ഇപ്പൊ പോയിട്ട് ഇന്റർവെല്ലിൽ മോഹൻലാലും മണിച്ചിത്രത്താഴിൽ വന്നതുപോലെ വരാം. ചന്ദ്രമുഖിയിൽ രജനീകാന്തും അങ്ങനെ വന്നോളൂ. ഇതിനുശേഷം പിന്നീട് ഇതേപോലെ, അതായത് ലാലേട്ടനെ പോലെ തന്നെ ശബരിമലയിൽ നിന്ന് വരുന്ന രീതിയിൽ ഒരു റീ എൻട്രി നടത്തുന്നു. അങ്ങനെയായിരുന്നു നായകന്റെ എൻട്രി ഈ സിനിമകളിൽ ഉണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ചന്ദ്രമുഖിയും ആപ്തമിത്രയും ജസ്റ്റ് ഇൻസ്പയർഡ് സിനിമകളാണ്, ഡയറക്ട് റീമേക്ക് അല്ല. ഭൂലുഭുലയ്യ എന്ന അക്ഷയ് കുമാർ ചിത്രമായിരുന്നു ഇതിന്റെ ഡയറക്ട് റീമേക്ക്. ഇത് ചെയ്തത് പ്രിയദർശനായിരുന്നു. പ്രിയദർശൻ ഇത് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം പ്രിയദർശൻ സെക്കൻഡ് യൂണിറ്റ് ഡയറക്ടേഴ്സ് ടീമിലുണ്ടായിരുന്ന ഒരാളായിരുന്നു മണിച്ചിത്രത്താഴിന്റെ. ഈ കാര്യം നേരത്തെ കേട്ട മണിച്ചിത്രത്താഴിന്റെ ഹിഡൻ ഡീറ്റെയിൽസ് വീഡിയോയിൽ ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കണ്ടാൽ കറക്റ്റ് ആയിട്ട് വ്യക്തമാവും. ഇതേ ഭൂലുഭുലയ്യ എന്ന സിനിമയിൽ കറക്റ്റ് മണിച്ചിത്രത്താഴിലുള്ള സീനുകൾ അതേപോലെ ഉണ്ട്. ഉദാഹരണത്തിന് ഇന്നസെന്റിന്റെ എൻട്രിയോട് കൂടിയാണല്ലോ നമ്മുടെ മണിച്ചിത്രത്താഴ് തുടങ്ങുന്നത്. അതേപോലെയുള്ള കഥാപാത്രം ഇതേ ഭൂലുഭുലയ്യയിലുമുണ്ട്. ഇതേപോലെ പക്ക സീൻ ബൈ സീൻ ആയിട്ടുള്ള ഒരു റീമേക്ക് ആയിരുന്നു ഭൂലുഭുലയ്യ. ശരിക്കും ആപ്തമിത്രയും ചന്ദ്രമുഖിയും പോലുള്ള ഫോർമാറ്റ് ആയിരുന്നു ഗീതാഞ്ജലി എന്ന സ്പിൻ ഓഫ് സിനിമയിലും ഉണ്ടായിരുന്നത്. ഈ സ്റ്റോറിയിലേക്ക് ജസ്റ്റ് ഒന്ന് നാഗവല്ലിയെ ഒന്ന് ആഡാക്കിയിരുന്നെങ്കിൽ ഒരു പക്ഷേ നമുക്കൊരു മണിച്ചിത്രത്താഴ് 2 കൂടി ലഭിച്ചേനെ. പക്ഷെ ഇതെല്ലാം മാറ്റി നിർത്തി ഒരു വെറൈറ്റി അപ്രോച്ചാണ് ചന്ദ്രമുഖി 2 ലോറൻസിന്റെ എൻട്രി. ചന്ദ്രമുഖി 2 ലോറൻസിന്റെ പെർഫോമൻസ് പക്ക കാഞ്ചനയിലുള്ള പോലുള്ള പെർഫോമൻസ് ആയിരുന്നു. ഇത് കൂടാതെ മറ്റൊരു സംഭവമുണ്ട്. ഈ സിനിമകളുടെ എല്ലാ സംവിധായകൻ പി വാസുവാണ്. ഇതേ പി വാസുവിന്റെ ഒരു കന്നഡ സിനിമയാണ് ശിവലിംഗ. ഈ സിനിമയുടെ തമിഴ് റീമേക്കും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. കന്നഡ വേർഷനിൽ ശിവരാജ് കുമാറും തമിഴ് വേർഷനിൽ ലോറൻസും ആയിരുന്നു ഉണ്ടായിരുന്നത്. തമിഴിലുള്ള ലോറൻസിന്റെ അതേപോലെ ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു ചന്ദ്രമുഖി 2 ഇതേ ശിവലിംഗ എന്ന സിനിമയും ഇതേപോലെ ഒരു ഹൊറർ സിനിമയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ആ ഹൊറർ സിനിമയിൽ ചന്ദ്രമുഖി എടുത്തിട്ടതുപോലെയായിരുന്നു ചന്ദ്രമുഖി 2 വന്നത്. നീയൊക്കെ ഞങ്ങളുടെ മണിച്ചിത്രത്താഴ് റീമേക്ക് ചെയ്തു, അത് സാരമില്ല. ആദ്യമായിട്ട് നീയൊക്കെ ലിപ് ലോക്കും ഇന്റിമൻസിനും ആടാക്കി, അതൊന്നും സാരമില്ല.
പക്ഷേ നീയൊക്കെ അതിന്റെ സെക്കൻഡ് പാർട്ട് എടുക്കാൻ പോകും. ഇത് ഞങ്ങൾ ഒരുപാട് കാലം കറക്റ്റ് ക്ലാസിക് ആയിട്ട് കൊണ്ടുവന്ന ഒരു സിനിമയാണ്. അതിനെ നശിപ്പിക്കുന്നത് സഹിക്കാൻ പറ്റില്ലടാ. നെക്സ്റ്റ് 3 സിനിമകൾ ഒരേ യൂണിവേഴ്സിൽ വന്ന ചന്ദ്രമുഖി. അതായത് മണിച്ചിത്രത്താഴ് ഇപ്പോൾ തന്നെ പല പല വേർഷൻ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി കാണാം. ഇവയിൽ 3 സിനിമകൾ ഒരേ യൂണിവേഴ്സിൽ വന്നത് ചന്ദ്രമുഖി സീരീസിനാണ് എന്ന കാര്യവും ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇതെങ്ങനെയാണ് വന്നതെന്ന് പറയാം. അതായത് ആപ്തമിത്ര എന്ന ചിത്രത്തിന്റെ ഡയറക്ടർ റീമേക്ക് ആയിരുന്നു ചന്ദ്രമുഖി. രജനീകാന്ത് നായകനായ ചന്ദ്രമുഖി. ഈ ചിത്രത്തിന് വീണ്ടും ഒരു സീക്വൽ ചെയ്യാനായി ആപ്തമിത്രയുടെ 2ാം ഭാഗമായ ആപ്തരക്ഷയുടെ റീമേക്ക് ചെയ്യാൻ രജനീകാന്തിന്റെ അടുത്തേക്ക് ഇതേ സംവിധായകൻ വന്നു. എന്നാൽ രജനീകാന്ത് ആ സമയത്ത് റീമേക്ക് സിനിമകളോട് താല്പര്യമില്ലാതെ നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതിന്റെ പ്രധാന കാരണം രജനീകാന്ത് തൊട്ടു മുന്നേ റിലീസായ കുചേലൻ എന്ന ചിത്രത്തിന്റെ പരാജയമായിരുന്നു. അതെ, പടത്തിന്റെ പേര് കുചേലൻ എന്നല്ല, കുസേലൻ. എങ്കിൽ ഞാൻ കാര്യം പറയട്ടെ. വിജയകാന്തിന്റെ ക്ഷത്രിയൻ എന്നുള്ള സിനിമയ്ക്ക് നമ്മൾ എന്താ പറയാം? ക്ഷത്രിയൻ ക്ഷത്രിയൻ. ഇതുപോലെ തന്നെയാണ് കുസേലൻ അവിടെ പറയും, നമുക്ക് കുചേലൻ. കുചേലൻ എന്ന ചിത്രം മലയാളത്തിൽ റിലീസായ കഥ പറയുമ്പോൾ എന്ന സിനിമയുടെ ഡയറക്ടർ റീമേക്ക് ആയിരുന്നു. അത് ഫ്ലോപ്പ് ആയതോടെ ഇനി ഡയറക്ടർ റീമേക്ക് സിനിമകൾ താൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആപ്തരക്ഷ ചെയ്യാൻ രജനീകാന്ത് സമ്മതിച്ചില്ല. സാറിന്റെ കൂട്ടുകാരനാ പറയുന്നത്. ഉച്ചയ്ക്ക് വന്ന് നിൽക്കണതാ. തമ്പി രജനി, ഇത് നാന്താ വാസു, പി വാസു, എന്നെ ഞാവില്ലയോ? എടാ, അന്ന് നീ ബാബയൊക്കെ ഇറക്കി ഫ്ലോപ്പ് ആക്കി കഴിഞ്ഞപ്പോ ഞാനല്ലേ ചന്ദ്രമുഖിയും കൊണ്ട് വന്ന് നിനക്ക് 100 കോടിയൊക്കെ അടുപ്പിച്ച് തന്നത്. പെട്ടെന്ന് മറന്നോ? കണ്ണാ, ഉനക്ക് എന്നെ വേണം? സീക്രട്ട് തട്ടു. എന്റെ കോൾ ഷീറ്റ് ഒക്കെ ഇപ്പൊ തന്നെ ബിസിയാ. ഇനിയും ഒരുപാട് സിനിമ ചെയ്യാനുണ്ട്. എന്താ കാര്യം? അല്ല, ഞാൻ ആ ചന്ദ്രമുഖിയുടെ സെക്കൻഡ് പാർട്ട് എടുക്കുന്ന കാര്യത്തിന് വേണ്ടിയിട്ട് അത് നീ ചെയ്താൽ കറക്റ്റ് ആയിരിക്കും. ഒന്ന് നമുക്ക് സെക്കൻഡ് പാർട്ട്. ഞാൻ ഇനി റീമേക്കൊന്നും ചെയ്യുന്നില്ല. വേണമെങ്കിൽ കമലഹാസന്റെ കോൺടാക്ട് നമ്പർ തരാൻ വേണോ? വേണ്ട, ഞാൻ തെലുങ്കിൽ ആയിട്ടുണ്ടോ നോക്കട്ടെ. ഇത് കാരണം ഇതേ കഥയുമായി തെലുങ്കിലേക്ക് സംവിധായകൻ ചെന്നു. സംവിധായകനായ പി വാസു ഇതിനായി കണ്ടെത്തിയത് ചിരഞ്ജീവിയായിരുന്നു. ചിരഞ്ജീവി ഇത് ചെയ്യാനും തയ്യാറായിരുന്നു. എന്നാൽ പിന്നീട് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ചിരഞ്ജീവി ഈ ചിത്രം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഇതേ കഥ വെങ്കിടേഷിലേക്ക് എത്തി. ഒരു പക്ഷേ ഈ റോള് ചിരഞ്ജീവി എടുത്തായിരുന്നെങ്കിൽ ഏത് ലെവലിൽ പോയെന്ന് നമുക്ക് ചിന്തിച്ചു നോക്കിയാൽ. ഒരു മുറൈ വന്ന് പാർത്തായ നീ ഒരു മുറൈ വന്ന് പാർത്തായ. വെങ്കിടേഷ് ഇത് ചെയ്തപ്പോൾ ചന്ദ്രമുഖി എന്ന രജനീകാന്ത് ചിത്രത്തിന്റെ സീക്വലായി ഇതേ ചിത്രം മാറി. അതായത് ചന്ദ്രമുഖിയുടെ സീക്വലായി നാഗവല്ലി എന്ന ചിത്രം ചെയ്തത് വെങ്കിടേഷ് ആയിരുന്നു. തമിഴ് ചിത്രത്തിന് തെലുങ്കിലേക്ക് ഒരു സീക്വൽ വന്നു. ഇവയെല്ലാം പരസ്പരം കണക്ട് ചെയ്യുന്ന കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് ചന്ദ്രമുഖിയുടെ സീക്വലായ നാഗവല്ലി എന്ന സിനിമയിൽ രജനീകാന്തിൽ നിന്നും അനുഗ്രഹം മേടിക്കുന്ന വെങ്കിടേഷിനെ നമുക്ക് കാണാം. അതായത് ചന്ദ്രമുഖിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് നാഗവല്ലി എന്ന തെലുങ്ക് സിനിമ. ഇതുകൂടാതെ ചന്ദ്രമുഖി എന്ന സിനിമയിൽ സാമിവേഷത്തിൽ വരുന്ന അവിനാശിനെ നമുക്ക് കാണാം. ഏകദേശം ദേവന്റെ ലുക്കൊക്കെ ഉള്ള ഇദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്ത വൈബ് ലഭിക്കുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് നിന്നോട്. അതിപ്പോ പറയാൻ കഴിയില്ല. ഇദ്ദേഹം സെക്കൻഡ് പാർട്ടായ നാഗവല്ലി എന്ന സിനിമയിൽ മരിക്കുന്നുണ്ട്. അതായത് ചന്ദ്രമുഖിയിലുള്ള അതേ കഥാപാത്രം നാഗവല്ലി എന്ന സിനിമയിൽ മരിക്കുന്നു. ഇതേ കഥാപാത്രത്തെ പിന്നീട് വന്ന ചന്ദ്രമുഖി 2-ൽ നമ്മൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാകാം ചന്ദ്രമുഖി 2-ൽ ഇദ്ദേഹം ഇല്ല. അതുകൊണ്ട് തന്നെ ചന്ദ്രമുഖി 1-ലും നാഗവല്ലി എന്ന സിനിമയിലും ഇദ്ദേഹമുണ്ട്. 2 സിനിമകളും ഒരേ യൂണിവേഴ്സിലാണ് വരുന്നത്. ചന്ദ്രമുഖി 1-ൽ വടിവേലുമുണ്ട്. ഇതേപോലെ ചന്ദ്രമുഖി 2-ലും വടിവേലുമുണ്ട്. എന്നാൽ ഇതിനിടയ്ക്ക് വന്ന നാഗവല്ലി എന്ന സിനിമയിൽ വടിവേലുമില്ല. അതുകൊണ്ട് തന്നെ 1-ലുണ്ടായിരുന്ന വടിവേലു 3-ലുണ്ട്. എന്നാൽ ഇടയ്ക്ക് വന്ന സിനിമയില്ല. അതുകൊണ്ട് ഈ സിനിമകളെല്ലാം ഒരു യൂണിവേഴ്സ് തന്നെയാണെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി കാണുമല്ലോ. വേറൊരു സംഭവമുണ്ട്. ഭൂലുഭുലയ്യ 2 എന്ന സിനിമ ഭൂലുഭുലയ്യയുടെ ഡയറക്റ്റ് സീക്വൽ അല്ല, ജസ്റ്റ് സ്റ്റാൻഡ് അലോൺ സീക്വൽ ആണ്. അതായത് മറ്റൊരു ഹൊറർ സിനിമയിലേക്ക് ജസ്റ്റ് ഭൂലുഭുലയ്യയുടെ സ്പിരിച്വൽ സീക്വൽ പോലെ ഒന്നെടുത്തതാണ്. ഉദാഹരണത്തിന് മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ഇൻഹരിയർ നഗർ സീരീസിന്റെ ഒരു സിനിമയാണ് ഗോസ്റ്റ് ഹൗസ്. ഈ ഗോസ്റ്റ് ഹൗസ് എന്ന സിനിമയെ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മറ്റൊരു കഥയായി തന്നെ കൺസിഡർ ചെയ്യാം. ആ ഒരു ഹൊറർ സിനിമയിലേക്ക് ശരിക്കും ഹരിഹർ നഗർ സീരീസിലുള്ള 4 പേരെ എടുത്ത് ഇട്ടതുപോലെയാണ് നമുക്ക് തോന്നുന്നത്. ഇതേപോലെ തന്നെയാണ് ഭൂലുഭുലയ്യ 2. ഭൂലുഭുലയ്യയുമായി ചെറിയ ചെറിയ സാമ്യങ്ങൾ മാത്രമേ ഈ സിനിമയിലുള്ളൂ. ഇതിനെ മറ്റൊരു സിനിമയായും കണക്കാക്കാം, ഇതിന്റെ സീക്വലായും കണക്കാക്കാം. നെക്സ്റ്റ് വൺ, വിനീതിന്റെ സാമീപ്യം. മലയാളത്തിൽ ഇറങ്ങിയ മണിച്ചിത്രത്താഴിൽ ആദ്യമേ തന്നെ അല്ലിയുടെ ഭർത്താവായി വരുന്ന രാമനാഥന്റെ വേഷത്തിലേക്ക് വിനീതിനെയായിരുന്നു കാസ്റ്റ് ചെയ്തത്. എന്നാൽ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് വിനീതിന് ചെയ്യാൻ കഴിഞ്ഞു. ഇതേ വിനീതാണ് ഇതിന്റെ തമിഴ്, കന്നഡ, ഹിന്ദി റീമേക്കുകളിൽ രാമനാഥന്റെ കഥാപാത്രം അവതരിപ്പിച്ചത്. അതായത് മലയാളത്തിൽ ലഭിക്കാതെ പോയ അദ്ദേഹത്തിന്റെ അവസരം മറ്റ് 3 ഭാഷകൾ അദ്ദേഹം 6 ആടി തീർത്തു. മറ്റു ഭാഷകളിൽ വന്ന നാഗവല്ലി. ശരിക്കും മലയാളത്തിൽ വന്ന മണിച്ചിത്രത്താഴ് ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ്. മണിച്ചിത്രത്താഴിലെ നാഗവല്ലി എന്നത് ഒരു തോന്നലാണ്. അതായത് ഗംഗയിലുള്ള ഒരു സൈക്കോട്ടിക് ഡിസോർഡർ ആണ് ഇതിന്റെ പ്രധാന കാരണം. മാടമ്പിള്ളിയിലെ മാനസിക രോഗി നീ വിചാരിക്കുന്ന പോലെ ശ്രീദേവി അല്ല. ആ രോഗി
നിന്റെയൊക്കെ എങ്ങനെയാണ്? മണിച്ചിത്രത്താഴിന്റെ റീമേക്കുകളായ ആദ്യ സിനിമകളിലെല്ലാം ഇതുപോലെ തന്നെയാണ് കാണിച്ചു പോകുന്നത്. എന്നാൽ ഇവയ്ക്കെല്ലാം സീക്വൽ വന്നപ്പോൾ നാഗവല്ലി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഉദാഹരണത്തിന് നാഗവല്ലി എന്ന പേരിൽ ചന്ദ്രമുഖിയുടെ സീക്വൽ വന്നപ്പോൾ നാഗവല്ലിയായി വന്നത് സാക്ഷാൽ അനുഷ്കയായിരുന്നു. അരുന്ധതിയൊക്കെ ചെയ്ത് ഒരു വൻ ഹൈപ്പിൽ നിന്ന് അനുഷ്കയ്ക്ക് ഈ റോള് ഭയങ്കര രീതിയിലുള്ള പോപ്പുലാരിറ്റി നേടിക്കൊടുത്തു. ഇത് കൂടാതെ ആപ്തമിത്രയുടെ രണ്ടാം ഭാഗമായ ആപ്തരക്ഷയിൽ നാഗവല്ലിയായി വന്നത് വിമലാരാമനായിരുന്നു. ഇതുകൂടാതെ ഈ അടുത്ത റിലീസായ ചന്ദ്രമുഖി 2 നാഗവല്ലിയായി വന്നത് കങ്കണ റണാവത്ത് ആയിരുന്നു. നെക്സ്റ്റ് ഗംഗയും നകുലും തമ്മിലുള്ള റൊമാൻസ്. ഇത് പറയുമ്പോൾ തന്നെ ചെറിയൊരു ക്രിഞ്ച് തോന്നും. കാരണം Brother, what's that, brother? നമ്മൾ കാണുന്ന എല്ലാ മണിച്ചിത്രത്താഴ് റീമേക്കുകളിലും നമ്മുടെ രീതിയിലുള്ള സിനിമകളല്ല, അവരുടെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ് വെച്ചാണ് അവർ സിനിമകൾ ചെയ്യുന്നത്. ഭൂലുലയ്യ 2 സിനിമ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും പല രീതിയിലും അത് മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സിനിമയിലെ നകുലനും ഗംഗയുമായി വരുന്ന അല്ലെങ്കിൽ ആ ഒരു കപ്പിൾസിന്റെ ഒരുപാട് റൊമാൻസ് സീനുകളൊക്കെ കാണാം. നമ്മൾ കാണുന്ന മണിച്ചിത്രത്താഴ് കണ്ടിട്ട് ആ സിനിമ കാണുമ്പോൾ അയ്യോ ഇതൊക്കെ ഇതിന്റെ റീമേക്ക് ആണോ എന്നൊക്കെ നമ്മൾ സംശയിച്ചു പോകും. അത് അവരുടെ കൊമേഴ്ഷ്യൽ എലമെന്റ്സ്, നമ്മുടേത് മറ്റൊരു വേൾഡ് ക്ലാസ് ഐറ്റം. ഇങ്ങനെ കണ്ട് മാത്രമേ ഈ സിനിമകൾ കാണാൻ പറ്റൂ. ഇതിന്റെ ബംഗാളി റീമേക്ക് ഒന്നും മുഴുവനായിട്ട് കണ്ടു തീർക്കാൻ പോലും എനിക്ക് പറ്റിയില്ല. എന്നാലും അതിലെ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാം. നമുക്ക് ഒരു വെറൈറ്റിക്ക് വേണ്ടി നകുലിനും ഗംഗയ്ക്കും കൂടി ഒരു റൊമാൻസ് സോങ് ആഡ് ചെയ്താലോ? ഇതിന്റെ ഒറിജിനലില് അവർ കഥകളി കാണാൻ പോകത്തില്ലേ, നമുക്ക് അതിന് ഒരു ഐറ്റം സോങ് കയറ്റിയാലോ? ഇനി നമുക്ക് യൂത്ത് ഓഡിയൻസിനെ കൈയടിക്കാൻ വേണ്ടി ഡോക്ടർ സണ്ണി ശ്രീദേവിയും കൂടി ഒരു റൊമാൻസ് സോങ് സെറ്റ് ആക്കിയാലോ? ഇനി പടത്തിലെ ഏറ്റവും ക്രൂഷ്യൽ സീൻ, അതായത് ഗംഗയ്ക്ക് അസുഖമുണ്ട് സണ്ണി തിരിച്ചറിയുന്നത്, അത് ഏറ്റവും ഗുരുവായിട്ട് നമ്മൾ ചെയ്യും. ചുരി ബല. നെക്സ്റ്റ് ഇൻട്രോ സോങ്. അതായത് ഈ സിനിമകളിലെല്ലാം ഡോക്ടർ സണ്ണി എന്ന കഥാപാത്രം, അതായത് നമ്മുടെ ലാലേട്ടൻ ചെയ്ത കഥാപാത്രം അവിടുത്തെ ഹീറോയാണ്. അപ്പോൾ ഹീറോയ്ക്ക് ഇൻട്രോ സോങ് വരെ ഉണ്ട്. നമ്മുടെ ഹീറോയ്ക്ക് ഇൻട്രോ സോങ് ഒന്നുമില്ല, എന്നാലും ആ ഇൻട്രോ നമുക്ക് തരുന്ന രോമാഞ്ചം വേറെ ലെവലാണ്. എന്തായാലും ഇതേപോലെ മറ്റു സിനിമകളിലെ എല്ലാ ഹീറോയ്ക്കും ഇൻട്രോ സോങ്ങുകളുണ്ട്. നാഗവല്ലി എന്ന സിനിമയുടെ ഇൻട്രോ സോങ് വൻ കോമഡിയാണ്. ടെലിപ്പതി അലോപ്പതി അത് കേട്ട് പോകേണ്ട ഒരു ഐറ്റം തന്നെയാണ്. എന്തായാലും വെങ്കടേഷിന്റെ ഈ ഇൻട്രോയ്ക്ക് 25 എന്ന് എഴുതി കാണിക്കുന്നുണ്ട്. 25 വർഷം തികയുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇത് കൂടാതെ ചന്ദ്രമുഖി 2 ലോറൻസിന് ഒരു പ്രത്യേക എൻട്രി സോങ് കൊടുക്കുന്നുണ്ട്. ആപ്തരക്ഷ എന്ന സിനിമയിലും ഇതേപോലെ തന്നെ വിഷ്ണുവർദ്ധന് ഒരു കിടിലൻ ഇൻട്രോ സോങ് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. ആപ്തരക്ഷ എന്ന സിനിമയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. ഇത് വിഷ്ണുവർദ്ധന്റെ മരണശേഷമായിരുന്നു റിലീസായത്. അതുകൊണ്ട് തന്നെ ഈ സിനിമ അവിടെ വൻ ഹൈപ്പ് ഉണ്ടാക്കിയ സിനിമയായിരുന്നു. അവിടുത്തെ എല്ലാവിധ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തകർത്തിയ ഒരു സിനിമ കൂടിയായിരുന്നു ആപ്തരക്ഷ. നെക്സ്റ്റ് പി വാസു. ഈ മണിച്ചിത്രത്താഴ് സീരീസുകളെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് ശരിക്കും പറയാൻ ഫാസിലിനോടൊപ്പം തന്നെ വെക്കാവുന്ന ഒരു പേരാണ് പി വാസുവിൻ്റെത്. കാരണം പി വാസുവാണ് ശരിക്കും പറഞ്ഞാൽ ഈ മണിച്ചിത്രത്താഴിന്റെ സ്റ്റോറിയെ ഏറ്റവും ഡെവലപ്പ് ആക്കിയത്. ഇന്നും പല പല സ്ഥലങ്ങളിലും അറിയപ്പെടുന്നത് ചന്ദ്രമുഖിയുടെ പേരിലാണ് ഈ മണിച്ചിത്രത്താഴും ഗംഗയും ഒക്കെ. അതായത് ശരിക്കും മലയാളം വെർഷനേക്കാൾ കൂടുതൽ പോപ്പുലാരിറ്റി നേടിക്കൊടുത്തത് രജനീകാന്തിന്റെ ചന്ദ്രമുഖിയാണ്. അതിന്റെ പ്രധാന കാരണം തന്നെ രജനീകാന്താണ്. ആപ്തമിത്രയുടെ റീമേക്ക് ആയിരുന്നു ഇതേ ചന്ദ്രമുഖി. എന്നാൽ ആപ്തമിത്രയ്ക്ക് പോലും ഇല്ലാത്തത്ര പോപ്പുലാരിറ്റി ഇതേ ചന്ദ്രമുഖിക്കുണ്ട്. ചന്ദ്രമുഖി, ചന്ദ്രമുഖി 2, നാഗവല്ലി, ആപ്തമിത്ര, ആപ്തരക്ഷ ഈ 5 സിനിമകളുടെ സംവിധായകൻ പി വാസുവായിരുന്നു. പി വാസുവിനെ നമ്മൾ മലയാളികൾ കൂടുതൽ ഓർത്തിരിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. പറക്കന്തളിക എന്ന സിനിമയിൽ നായികയുടെ അച്ഛനായി വരുന്ന കഥാപാത്രം ചെയ്തത് ഇദ്ദേഹമായിരുന്നു. നെക്സ്റ്റ് ലാംഗ്വേജ്. ഈ ലാംഗ്വേജിന് ഒരു മറ്റു പ്രത്യേകതകൾ കൂടിയുണ്ട്. ഉദാഹരണത്തിന് മലയാളത്തിലെ മണിച്ചിത്രത്താഴില് നാഗവല്ലി പറയുന്നത് തമിഴ് ഭാഷയാണ്. ഇതേപോലെ തന്നെ ഈ ചിത്രം തെലുങ്കിലേക്ക് പോയപ്പോൾ നാഗവല്ലി പറയുന്നത് തമിഴ് ഭാഷയാണ്. എന്നാൽ ഈ ചിത്രം തമിഴിലേക്ക് പോയപ്പോൾ നാഗവല്ലി പറയുന്നത് തമിഴ് ഭാഷയാണ്. എന്നാൽ ഈ ചിത്രം തമിഴിലേക്ക് പോയപ്പോൾ നാഗവല്ലി പറയുന്നത് തെലുങ്ക് ഭാഷയാണ്. ടോട്ടൽ കൺഫ്യൂഷൻ. ഒന്നുകൂടെ പറയാം. മണിച്ചിത്രത്താഴ് എന്ന ചിത്രത്തിൽ നാഗവല്ലി പറയുന്നത് തമിഴ് ഭാഷയാണ്. ഈ ചിത്രത്തിന്റെ റീമേക്കായ ചന്ദ്രമുഖിയിൽ നാഗവല്ലി പറയുന്നത് തെലുങ്ക് ഭാഷയാണ്. ഇതുപോലെ തന്നെ നാഗവല്ലി എന്ന തെലുങ്ക് സിനിമയിൽ നാഗവല്ലി പറയുന്നത് തമിഴ് ഭാഷയാണ്. മനസ്സിലായോ? നാഗഭൈരവൻ ഇന്നു 2 നാളേക്ക് വരമാട്ടാ. ഇനി ഭൂലുബുലയ്യ. ഈ ഭൂലുബുലയ്യയില് നാഗവല്ലി പറയുന്നത് ഹിന്ദി ഭാഷ തന്നെയാണ്. ഭാഗ്യം. ഇത് ഹിന്ദി ഒന്നും അല്ല, ഇത് ഹിന്ദി അല്ല, ഇത് ഹിന്ദി അല്ല. ഇതുപോലെ ഇതിന്റെ
കന്നഡ റീമേക്ക്. ആപ്തമിത്രയിൽ നാഗവല്ലി പറയുന്നത് തെലുങ്ക് ഭാഷയാണ്. മനസ്സിലായല്ലോ. ఈ రోజు దుర్గాష్టమి వాడిని కాల్చి బూడిద చేసి నా పగ తీర్చుకోవాలి. ഇത്രയധികം റീമേക്കുകൾ കണ്ടു തീർക്കാൻ തന്നെ എനിക്ക് 1 മാസത്തോളം ടൈം എടുത്തു. എന്നിരുന്നാലും ഈ സിനിമകളെല്ലാം കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ഇട്ടേക്കണേ. ഇതുകൂടാതെ മലയാളത്തിൽ നിന്ന് റീമേക്ക് ചെയ്യുമ്പോൾ ഒരുപാട് മാറ്റങ്ങളുണ്ട്. ഉദാഹരണത്തിന് തമിഴ് കന്നഡ വേർഷനുകളിൽ ഫൈറ്റ് സീൻ, ഇൻട്രോ സീൻ, അങ്ങനെ ഒരുപാട് ബിൽഡപ്പ് ഉണ്ട്. ഹിന്ദിയില് റൊമാൻസ്, ഐറ്റം സോങ്, അങ്ങനെയും പല പല കാര്യങ്ങളുണ്ട്. എന്തായാലും നമ്മുടെ മണിച്ചിത്രത്താഴിനോളം വരില്ല മറ്റൊരു മണിച്ചിത്രത്താഴ്. അവനെ കൊണ്ടൊന്നും പറ്റൂല സാറേ. എന്തായാലും നമുക്ക് മലയാളത്തിന് കിട്ടിയ കൾട്ട് ക്ലാസിക് മണിച്ചിത്രത്താഴിന്റെ ലെവലിലൊന്നും ഈ സിനിമകൾ വരില്ല എന്ന് തന്നെയാണ് എന്റെയും വിശ്വാസം. കാരണം നമ്മൾ ചെയ്തത് ഒരു വേൾഡ് ക്ലാസ് ഐറ്റമാണ്. മറ്റുള്ളവർക്ക് ഇത് ജസ്റ്റ് ഒരു മാസ് സിനിമ അല്ലെങ്കിൽ അവരുടെ കൊമേഴ്ഷ്യൽ പൊട്ടൻഷ്യൽ കാണിക്കാനുള്ള ഒരു സിനിമ അങ്ങനെ മാത്രമായിരിക്കും. എന്നാൽ മലയാളികളായ നമ്മൾക്ക് ഇതെന്നും എടുത്തു വെക്കാവുന്ന കാലത്തെ അതിജീവിച്ച സിനിമയാണ്. മണിച്ചിത്രത്താഴ് എന്ന സിനിമ റീമേക്ക് പോയപ്പോൾ ഉണ്ടായ പല പല മാറ്റങ്ങളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചത്. ഇതുപോലെയുള്ള ഇൻഫർമേറ്റീവ് സിനിമ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഈ പേജ് ചാനൽ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ. ഇനി ഇതുപോലെ ഏത് സിനിമ റീമേക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിച്ചെന്ന് അറിയണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞുതരാം. മണിമുറ്റത്താവണി പന്തൽ